എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഈ സെഷനിലൂടെ ക്ലിയർ ആക്കാൻ പോകുന്നത്. കൃത്യമായത് മനസ്സിലാക്കിയെടുക്കുക. അതായത് നമ്മുടെ ഓണറേറിയത്തിൽ കേന്ദ്രവിഹിതം ഉണ്ടോ? കേന്ദ്രവിഹിതം എന്ന് പറയുന്നത് എന്താണ്? SNS സ്പർശ വഴി പണം വരുന്നു എന്ന് പറയുന്നത് എന്താണ്? ഇന്ന് ഈ കാര്യങ്ങളെക്കുറിച്ചാണ് വളരെ ലളിതമായി ഈ സെഷനിലൂടെ വിവരിക്കുന്നത്. കൃത്യമായി നമുക്ക് മനസ്സിലാക്കാം. ആദ്യം കേന്ദ്രവിഹിതം എന്താണെന്ന് നോക്കാം. കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പല പദ്ധതികളിലും പദ്ധതിയുടെ മുഴുവൻ ചെലവും കേന്ദ്ര സർക്കാർ മാത്രമല്ല വഹിക്കുന്നത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിശ്ചിത രീതിയിൽ സാമ്പത്തികമായി പങ്കാളികളാകുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. കേന്ദ്ര സർക്കാർ നൽകുന്ന ഈ സാമ്പത്തിക പങ്കിനെയാണ് പൊതുവെ കേന്ദ്രവിഹിതം എന്ന് നമ്മൾ വിളിക്കുന്നത്. അതായത് സെൻട്രൽ ഷെയർ എന്ന് പറയുന്നത്. അംഗൻവാടി സേവനങ്ങൾ ഉൾപ്പെടുന്ന സക്ഷം അംഗൻവാടി, അതേപോലെ പോഷൻ 2.0 പോലുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക പങ്കാളിത്തമുണ്ട്. ഇനി അംഗൻവാടി ജീവനക്കാരുടെ ഓണറേറിയത്തെക്കുറിച്ച് നമുക്ക് നോക്കേണ്ടതുണ്ട്. ഓണറേറിയം എന്നത് സാധാരണ ശമ്പളമായി കണക്കാക്കുന്നതിന് പകരം അംഗൻവാടി വർക്കർമാർക്കും ഹെൽപ്പർമാർക്കും അവരുടെ സേവനത്തിന് നൽകുന്ന പ്രതിഫലമാണ്. ഈ ഓണറേറിയത്തിൻ്റെ ഘടനയിൽ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ അംഗൻവാടി വർക്കറുടെ മുഴുവൻ ഓണറേറിയവും കേന്ദ്ര സർക്കാർ നൽകുന്നു എന്ന് പറയുന്നത് ശരിയല്ല. അതുപോലെ കേന്ദ്രവിഹിതം എന്നത് ടീച്ചറുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നേരിട്ട് അയക്കുന്ന ഒരു പ്രത്യേക തുകയാണ് എന്നും മനസ്സിലാക്കരുത്. ഇതൊരു പദ്ധതിയുടെ സാമ്പത്തിക പങ്കാളിത്തം മാത്രമാണ്. ഇനി പണം എങ്ങനെ എത്തുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. കേന്ദ്രവിഹിതമായി കേന്ദ്ര സർക്കാരിൽ നിന്നും അനുവദിച്ചു വരുന്നു. അത് സംസ്ഥാന സർക്കാരിലേക്ക് ബന്ധപ്പെട്ട വകുപ്പിലേക്കും എത്തുന്നു. അതിനുശേഷം കേന്ദ്രവിഹിതവും സംസ്ഥാന വിഹിതവും പദ്ധതിയുടെ അംഗീകരിച്ച ഘടകങ്ങൾക്കനുസരിച്ച് അതവിടെ ക്രമീകരിക്കപ്പെടുന്നു. അതിനുശേഷം ഫണ്ട് റിലീസ് ചെയ്യുന്നു. എങ്ങനെ? ട്രഷറി വഴി പേയ്മെൻറ്റ് സംവിധാനം നടപ്പിലാക്കുന്നു. അതിനുശേഷം അർഹരായ അംഗൻവാടി പ്രവർത്തകരുടെ അക്കൗണ്ടുകളിലേക്ക് ഇത് ക്രെഡിറ്റ് ആവുന്നു. ഇങ്ങനെയാണ് ഫണ്ട് ഫ്ലോ വരുന്നത്. ഇവിടെ SNS സ്പർശ് എന്ന പേര് നമ്മൾ കേൾക്കാറുണ്ട്. എന്താണ് SNA എന്ന് പറഞ്ഞാൽ? സിംഗിൾ നോഡൽ അക്കൗണ്ട് എന്നാണ് ഇതിൻ്റെ പൂർണ്ണനാമം. കൃത്യമായി ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലെ ഫണ്ട് കൈമാറ്റവും പേയ്മെൻറ്റുകളും കൂടുതൽ സുതാര്യവും കാര്യക്ഷമമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനമാണ് SNS സ്പർശ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ അംഗൻവാടി ജീവനക്കാരുടെയും ഓണറേറിയം ഒരേ രീതിയിൽ SNS സ്പർശ് വഴിയാണ് വരുന്നത് എന്ന് പൊതുവായി പറയാൻ കഴിയില്ല. ഇത് നമ്മളെ സംസ്ഥാനത്തിന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ട് പറയുന്ന കാര്യമാണ്. ഏത് ഫണ്ടാണ്, ഏത് പദ്ധതിയുടെ ഘടകമാണ്, ഏത് സാമ്പത്തിക വർഷമാണ്, സംസ്ഥാനത്ത് നിലവിലെ പേയ്മെൻറ്റ് സംവിധാനം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾക്കനുസരിച്ച് ഫണ്ട് കൈമാറ്റ രീതി വ്യത്യാസപ്പെടാമെന്നുള്ളത് കൂടെ തിരിച്ചറിയണം. അതിനാൽ കേന്ദ്രവിഹിതം എന്ന് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കേന്ദ്ര സർക്കാർ പദ്ധതിക്ക് നൽകുന്ന സാമ്പത്തിക പങ്ക് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് നേരിട്ട് അംഗൻവാടി ടീച്ചറുടെ കയ്യിൽ നൽകുന്ന പ്രത്യേക തുകയല്ല എന്നുള്ളത് കൂടി നമ്മൾ തിരിച്ചറിയണം. അംഗൻവാടി മേഖലയിൽ കേന്ദ്രവിഹിതം വിവിധ പദ്ധതികളുടെ ഘടകങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് പോഷകാഹാര പരിപാടികൾക്ക് വേണ്ടി, അംഗനവാടി സേവനങ്ങൾക്ക്, ജീവനക്കാരുടെ ഓണററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതിന്, അടിസ്ഥാന സൗകര്യ വികസനത്തിന്, പോഷൺ സംബന്ധമായ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് തുടങ്ങിയവയിൽ കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക പങ്കാളിത്തമുണ്ട്. അപ്പോൾ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ കേന്ദ്രവിഹിതം എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക പങ്കാണ്. സംസ്ഥാന വിഹിതം എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പങ്ക്. ഇവ രണ്ടും ചേർന്ന് വിവിധ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പാക്കുന്നു. അംഗനവാടി ജീവനക്കാരുടെ ഓണററിയുമായി ബന്ധപ്പെട്ട് ഇനി കൃത്യമായിട്ടുള്ള കേന്ദ്രവിഹിതം എത്രയാണ്, സംസ്ഥാന വിഹിതം എത്രയാണ്, തുക ഏത് അക്കൗണ്ടിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഇനി കൃത്യമായി അറിയുക. നേരത്തെ പറഞ്ഞത് പ്രകാരം തന്നെ സെൻട്രൽ ഷെയർ എന്നത് ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ചെലവിൽ കേന്ദ്ര സർക്കാർ വഹിക്കുന്ന വിഹിതമാണ്. അംഗൻവാടി ICDയെ സംബന്ധിച്ച് ലളിതമായി പറയുകയാണെങ്കിൽ സെൻട്രൽ ഷെയർ കേന്ദ്ര സർക്കാർ നൽകുന്ന പണം, സ്റ്റേറ്റ് ഷെയർ സംസ്ഥാന സർക്കാർ നൽകുന്ന പണം. അംഗൻവാടി പ്രവർത്തക, അതായത് അംഗൻവാടി വർക്കർക്കും ഹെൽപ്പർക്കും ഓണററി നൽകുന്നത് സെൻട്രൽ ഷെയർ 60% സ്റ്റേറ്റ് ഷെയർ 40%. നിലവിലെ കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച അടിസ്ഥാന ഓണററിയം എന്ന് പറയുന്നത് അംഗൻവാടി വർക്കർക്ക് 4500 ഒരു മാസത്തിന്, അംഗൻവാടി ഹെൽപ്പർക്ക് 2250 രൂപയാണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇതിന് പുറമെ സംസ്ഥാന സർക്കാർ സ്വന്തം ഫണ്ടിൽ നിന്നും അധിക ഇൻസെൻറ്റീവ് ടോപ്പപ്പ് നൽകിക്കൊണ്ട് അതുകൂടാതെ തന്നെ LSTDയുടെ ഷെയർ കൂടി ചേർന്നിട്ടാണ് നമുക്ക് ആകെ കിട്ടുന്ന ഓണററിയം കണക്കാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കറിയണം, നമ്മൾ അംഗൻവാടിയിൽ വർക്ക് ചെയ്യുന്ന സമയം നമ്മൾക്ക് കിട്ടുന്നത് ഓണററിയമാണ്. അത് എവിടെ നിന്നൊക്കെയാണ് വരുന്നത്, അത് എങ്ങനെയാണ് നമ്മളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് എന്നുള്ളത് ഉറപ്പായിട്ടും ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി ഓരോ പ്രവർത്തകരും അറിഞ്ഞിരിക്കുന്നതിനാണ് ഈ സെഷൻ കൃത്യമായി മനസ്സിലാക്കിയെടുക്കുക. താങ്ക്